Hello, this is designer Abhisha and welcome to my channel. ഇന്ന് ഞാൻ ഡ്രസ് ഡിസൈനിങ്ങുമായിട്ട് അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ ടൈലറിങ് ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബുട്ടീക്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഡ്രസ്സിൽ ബ്ലൗസൊക്കെ ആണെങ്കിൽ എക്സ്പെഷ്യലി അവർ ചോദിക്കും നോർമൽ കട്ടാണോ പ്രിൻസസ് കട്ടാണോ വേണ്ടതെന്ന്. അപ്പോൾ ഒരുവിധ ആളുകൾക്കൊക്കെ ഇപ്പോൾ പ്രിൻസസ് കട്ട് എന്താണെന്നുള്ളത് അറിയുന്നുണ്ടാവും. അത് കൂടാതെ ചില ആളുകൾക്കെങ്കിലും ആ ഒരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് പ്രിൻസസ് കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൽ വരുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഡ്രസ് ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ, അതുപോലെ തന്നെ സ്റ്റൈലിങ്ങിനുള്ള ടിപ്സ്, അതുകൂടാതെ എംബ്രോയിഡറി ട്യൂട്ടോറിയൽസും ആണ് എൻ്റെ ചാനലിലുള്ളത്. നിങ്ങൾക്ക് കയറി നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്താം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം കുറച്ച് ആളുകൾക്കെങ്കിലും ഉള്ളൊരു ഡൗട്ടാണ്, എന്താണ് പ്രിൻസസ് കട്ട് ബ്ലൗസ് അല്ലെങ്കിൽ എന്താണ് പ്രിൻസസ് കട്ട് ടോപ്പ് എന്ന് പറയുന്നത്. ഈ പ്രിൻസസ് കട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലൗസുകളും സ്കേർട്ടിൻ്റെ ടോപ്പുകളിലും ആണ്. അല്ലാതെ സാധാരണ നോർമൽ കുർത്തികളിലും ഉണ്ട്. പക്ഷെ ശരിക്കും നമ്മൾ അതിന് പ്രിൻസസ് കട്ട് എന്ന് പറയുമെങ്കിലും അത് 3 പാനൽ കട്ടാണ് നോർമലായിട്ട് അത് ചെയ്യുന്നത്. പക്ഷെ ചിലർ അതിനെയും പ്രിൻസസ് കട്ട് എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ കൂടുതൽ നീട്ടി വലിക്കുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് എന്താണെന്നുള്ളത് കാട്ടിത്തരാം. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. ഇതൊരു സാരി ബ്ലൗസാണ്. പക്ഷെ കുറച്ച് ലെങ്തി ആണിത്. ഒരുപാട് വയറ് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലിപ്പോൾ എന്താണ് പ്രിൻസസ് കട്ട് എന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിലെ ഒരു സ്റ്റിച്ച് പോകുന്നതായിട്ട് കാണുന്നില്ലേ? അതായത് ഇതിൻ്റെ ആ ഒരു ചെസ്റ്റിൻ്റെ മുകളിലൂടെ ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് പോകുന്നുണ്ട്. അത് 2 സൈഡിലും നിങ്ങൾക്ക് കാണാം. ഇതിപ്പം സൈഡ് സിബാണ്. ബാക്ക് ഓപ്പണും ഫ്രണ്ട് ഓപ്പണും ഇല്ല ഈ ബ്ലൗസിന്, സൈഡ് സിബാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് പോകുന്നത് കാണാം. ഇങ്ങനെ ഇതിലെ ഈ സ്റ്റിച്ച് പോകുന്ന ബ്ലൗസുകളാണ് പ്രിൻസസ് കട്ട് ബ്ലൗസുകൾ എന്ന് പറയുന്നത്. ഈ പ്രിൻസസ് കട്ട് ബ്ലൗസിന് നോർമലായിട്ട് ഫ്രണ്ട് ഓപ്പൺ വെക്കാറില്ല. ചില ആളുകൾ വെക്കുന്നുണ്ട്, വെക്കാൻ പാടില്ല എന്നല്ല. പക്ഷെ ഭൂരിപക്ഷം കേസുകളും ബാക്ക് ഓപ്പണോ സൈഡ് സിപ്പോ ആണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രിൻസസ് കട്ട് നമ്മൾ ബ്ലൗസുകളിൽ ആഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് പഴയ ബ്ലൗസുകൾ അല്ലെങ്കിൽ നോർമൽ ബ്ലൗസുകൾ, സാരി ബ്ലൗസുകൾ, പ്രിൻസസ് കട്ട് ഇല്ലാത്തൊരു ബ്ലൗസ് ഞാൻ കാട്ടിത്തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ പ്രിൻസസ് കട്ട് ഇല്ലാത്തൊരു ബ്ലൗസാണ്. ഇതിലിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നോർമൽ ബ്ലൗസാണ്, യോക്കൊക്കെ ഉള്ള. ഇതാണ് യോക്ക് എന്ന് പറയുന്നത്. ഒക്കെ ഉള്ള നോർമൽ ബ്ലൗസാണ്. ഈ ബ്ലൗസിൽ ഞാൻ ശ്രദ്ധിച്ചാൽ കാണാം ഇതുപോലെ 3 ഡാർട്ടൊക്കെ വരും. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ചെസ്റ്റൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണും കുറച്ചുകൂടെ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ കല്യാണ ബ്ലൗസിനൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ചെസ്റ്റൊക്കെ നന്നായിട്ട് ഷേപ്പ് ചെയ്ത്, മീൻസ് ഷേപ്പ് ചെയ്യാന്ന് വിചാരിച്ചാൽ കുറച്ചുകൂടി കൂടുതലായിട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത് നോർമൽ ബ്ലൗസുകൾ. പക്ഷേ ഈ പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒതുക്കം ഉണ്ടാവും, ഷേപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒതുക്കം ഉണ്ടാവും. അതിൻ്റെ ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ട്രാൻസ്പെറൻറ്റ് സാരി ആണെങ്കിൽ കൂടെ ഫ്രണ്ട് അധികം ബോറായിട്ട് കാണില്ല, ഫ്രണ്ടിൽ വൃത്തികേടുണ്ടാവില്ല. സാധാരണ നമ്മളിപ്പോൾ വിചാരിക്കും എന്താണ് നോർമൽ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ട്രാൻസ്പെറൻറ്റ് സാരിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ നേലിച്ച് കാണുമ്പോൾ അത് കുറച്ച് വൃത്തികേടായിരിക്കും. ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിൻസസ് കട്ട് ബ്ലൗസ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഇത് സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമാണ്. അതുകൂടാതെ നിങ്ങൾ സാരി ഇങ്ങനെ ഇടുന്ന സമയത്ത് സൈഡിലൂടെ ബ്ലൗസ് കാണുമ്പോൾ ചില ആളുകൾക്ക് ഇങ്ങനെ പക്ക ബ്രസ്റ്റ് ഷേപ്പ് എടുത്ത് പിടിച്ച് കാട്ടുന്നത് ചില ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കേസിൽ കുറച്ചുകൂടി ഒതുക്കവും കുറച്ചുകൂടി ഷേപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിൻസസ് കട്ട് ഡ്രസ്സുകൾ കൊടുക്കുന്നത്. പ്രിൻസസ് കട്ട് 2 രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഒന്നാമത് ഇതിപ്പോൾ നോർമലായിട്ട് നോർമൽ പ്രിൻസസ് കട്ടാണ്. ഇത് കൂടാതെ യോക്ക് വരുന്ന പ്രിൻസസ് കട്ടും ഉണ്ട്. യോക്ക് ഞാൻ നേരത്തെ കാട്ടി തന്നില്ലേ, ഈ ഒരു സംഭവത്തിനാണ് യോക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. അത് കൂടാതെ സ്ട്രൈറ്റ് ആയിട്ടും കൊടുക്കും. ആ ഒരു സംഭവം ഈ ഒരു പ്രിൻസസ് കട്ടിന്റെ അടിയിലായിട്ട് കൊടുക്കും. അതാണ് യോക്കുള്ള പ്രിൻസസ് കട്ട് ബ്ലൗസ്. അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ അത് കുറച്ചുകൂടി അടിഭാഗം ടൈറ്റ് ചെയ്ത് പിടിക്കും. ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ
ചില കേസിലൊക്കെ നമ്മൾ വല്ലാണ്ട് കൈയൊക്കെ ഉയർത്തുമ്പോൾ ഇവിടുന്ന് കുറച്ച് കയറി പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ ഇവിടെ ബാൻഡ് ഒന്നും വരുന്നില്ല. സാധാരണ ബ്ലൗസിന്റെ അടിയിൽ ഒരു വീതിയുള്ള ഒരു ബാൻഡ് വരും, പക്ഷെ ഇതിന് അതൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ കൈ പൊക്കുമ്പോൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് യോക്ക് വെച്ചിട്ട് പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്പ്പിച്ചാൽ മതി. ഈ പ്രിൻസസ് കട്ട് മറ്റേ ബ്ലൗസിനെ കട്ടോറി ബ്ലൗസ് എന്നാണ് പറയുന്നത്. നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ബ്ലൗസ്. അത് ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് കംഫർട്ടബിൾ ആയിരിക്കും, ബ്രസ്റ്റ് ഷേപ്പ് അതുപോലെ എടുത്ത് കാട്ടില്ല, കുറച്ചുകൂടി വൃത്തിയിലും ഷേപ്പിലായിരിക്കും കാട്ടുക. അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് സാരീസിന്റെ കൂടെയൊക്കെ ഏറ്റവും നന്നായിട്ട് പോകുന്നത് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആണ്. ഇനി ഈ പ്രിൻസസ് കട്ട് ബ്ലൗസിന് ഫ്രണ്ടിൽ അധികം ഓപ്പൺ കൊടുക്കാറില്ല, ബാക്ക് ഓപ്പൺ കൊടുക്കും, അല്ലെങ്കിൽ സൈഡ് സിബ് ആണ് വെക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ട്രാൻസ്പെറൻറ്റ് സാരി ഒക്കെ ഇടുന്ന സമയത്ത് ഫ്രണ്ട് ഓപ്പൺ ചെയ്താൽ വൃത്തിയോടായിരിക്കും. അതുകൊണ്ട് മാക്സിമം ബാക്ക് ഓപ്പൺ ആണ് വെക്കാറ്. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ഇത് ബ്ലൗസിന്റെ കേസിൽ. ഇതുപോലെ തന്നെയാണ് സ്കേർട്ടിന്റെ ടോപ്പിന്റെ കേസിലും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രിൻസസ് കട്ട് എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഒരു ഐഡിയ വന്നു ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുമില്ല, കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഈ ഒരു സ്റ്റിച്ച് പോകുന്നത് മറ്റതുപോലെ ഇങ്ങനെ ഡാർട്ട് ഇട്ടിട്ട് കപ്പ് ഷേപ്പ് എടുത്തു പിടിച്ച് കാട്ടാതെ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് വെക്കുന്ന സംഭവമാണ് ഈ പ്രിൻസസ് കട്ട് ബ്ലൗസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കംഫർട്ടബിളും ആയിരിക്കും കുറച്ചുകൂടെ. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം സാരി ബ്ലൗസ് ഒക്കെ തയ്പ്പിക്കുന്ന സമയത്ത് ഒന്ന് ഇങ്ങനെയും കൂടെ ഒന്ന് തയ്പ്പിച്ച് നോക്കുക. പ്രിൻസസ് കട്ട് എന്ന് ടൈലറിങ് ഷോപ്പിൽ പറഞ്ഞാൽ മതി. ശരിക്കും പ്രിൻസസ് കട്ട് ബ്ലൗസിന് നോർമൽ ബ്ലൗസിനെക്കാട്ട് സ്റ്റിച്ചിങ് ചാർജ് കൂടുതലാണ്. ശരിക്കും തയ്ക്കാൻ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് എളുപ്പമെങ്കിലും അതിൽ സ്റ്റിച്ചിങ് ചാർജ് കൂടുതലാണ്. അത് ഒരു മോഡൽ ആയതുകൊണ്ടായിരിക്കും സ്റ്റിച്ചിങ് ചാർജ് കൂടുതലാണ് പൊതുവെ. പക്ഷെ അത്ര കൂടുതലൊന്നുമില്ല, 50-100 റുപ്പീസിന്റെ ഡിഫറൻസേ വരുള്ളൂ. അപ്പൊ അടുത്ത പ്രാവശ്യം നിർബന്ധമായിട്ടും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പ്രിൻസസ് കട്ട് ബ്ലൗസോടെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.